ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. അതും ഐസിലൊന്നും ഇട്ട് വയ്ക്കാത്ത നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. ഫ്രഷ് എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മൾ കടലിൽ പോയി വീശി പിടിച്ചതാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനല്ല കേട്ടോ, എൻ്റെ ബ്രദറാണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിത് ചെമ്മീനൊക്കെ നല്ലപോലെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കോൽപ്പുളി ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു കുഞ്ഞിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞുരുളിയിലാണ് കറി വയ്ക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഒന്ന് വാടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ അത് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റിൽ കിട്ടുള്ളൂ. കുറച്ച് കുടപ്പുളിയൊക്കെ ഇട്ട് വെക്കേണ്ടതാണ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഉള്ളതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചട്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് മീൻകറിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ചട്ടി ഉണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ചട്ടിയുള്ളവരൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഞാൻ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ പൊടികളൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിട്ട് ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ്. ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീനൊന്ന് അതിലേക്ക് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ പുളി വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ചേർത്താം കേട്ടോ. കുടംപുളിയോ ഇനിയിപ്പോൾ പഴംപുളിയോ അങ്ങനെ എന്ത് പുളിയും വേണമെങ്കിലും ചേർത്താം. കുടംപുളി ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചേർത്തുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്താം. പുളിവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒപ്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പും ചേർത്തണം. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് വേവാനുള്ള അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ചെമ്മീന് നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വറുത്തെടുക്കുക എന്നതാണ്. അതിനായിട്ടൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വലിയ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം വറുത്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. നല്ലപോലെ ഡ്രൈ ആക്കണ്ട. തേങ്ങയൊക്കെ നമുക്ക് അടിയിൽ കരിയാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല കുറച്ച് എരിവിൽ ഒക്കെ കറി കിട്ടുള്ളൂ കേട്ടോ. എരിവ് ഇഷ്ടപ്പെടാത്തവരാണെന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ എരിവാണ് ഇഷ്ടം, എരിവിൽ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമുക്ക് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം. ഈ അരപ്പ് നമ്മളുടെ കറി
ചെമ്മീൻ വറ്റി വന്നുള്ള സമയത്ത് വേണം ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാൻ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ചെറിയ ഉള്ളി മൂപ്പിച്ച് കറിയിലേക്ക് താളിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 3-4 അല്ലി ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അല്പം വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.